ഹായ് എവരി വൺ, ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു ഡിവിഷനാണ് എഡ്യു കൺസൾട്ടൻസി കോൾഡ് എഡ്യുകോൺ ഇന്ത്യ. ഈ എഡ്യുകോൺ ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ നൽകുന്ന കോഴ്സുകളെക്കുറിച്ചും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഡ്യുകോൺ ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോമിലൂടെ വളരെ നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മളുമായി സഹകരിച്ചു വരുന്ന സ്റ്റുഡൻസിന് നൽകുന്നുണ്ട്. നമ്മളുമായി സഹകരിച്ചു വരുന്ന എന്ന് പറയുന്നതിന് എന്താണ് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, എല്ലാ സ്റ്റുഡൻസിനെയും സാധാരണ എഡ്യുകോൺ ഇന്ത്യ പരിഗണിക്കുന്നില്ല. അതായത് നമ്മൾ നൽകുന്ന കോഴ്സുകളെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതിനെ എടുക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ബോധ്യമുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കോഴ്സുകൾ റെക്കമെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് അവർക്ക് നൽകുകയോ ചെയ്യുന്നുള്ളൂ. ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഇന്ന് നമുക്ക് വരുന്നത് BBA, അതുപോലെ MBA, MSW, അതുപോലെ MA സൈക്കോളജി, MSc സൈക്കോളജി, LLB, LLM എന്നീ കോഴ്സുകളെ കുറിച്ചാണ്. ഇതിന് ധാരാളം അവസരങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കോഴ്സുകൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനു വേണ്ട നിർദ്ദേശങ്ങളും മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധാരാളം നല്ല യൂണിവേഴ്സിറ്റികൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുണ്ട്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ UGC ഗൈഡ്ലൈൻസ് പ്രകാരം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് അവർ നൽകുന്ന കോഴ്സ് മെറ്റീരിയൽ എല്ലാം പഠിച്ചുകൊണ്ട് അവിടെ എക്സാം എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മൾ സഹായിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ധാരാളം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റൺ അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ നല്ല നല്ല കോഴ്സുകൾ നൽകുന്നുണ്ട്. ധാരാളം യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിൽ ഞാൻ നേരിട്ട് പോവുകയും അതിനെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് തന്നെ നമുക്കുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ അണ്ടർ എഡ്യുകോൺ ഇന്ത്യ എന്ന കൺസൾട്ടൻസിയുടെ ഭാഗമായി നിങ്ങൾക്ക് നിൽക്കാനും പറ്റും. ഇനി എന്തുകൊണ്ട് LLB എടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ധാരാളം സ്റ്റുഡൻസിന് +2 കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസിന് LLBക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കുകയും അവർ ലോ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് കേരളത്തിന് അകത്ത് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ പറഞ്ഞ് ശരിയാക്കി തരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റി പോലുള്ള വളരെ നല്ല യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയും. നമുക്ക് പരിചയമുള്ള ധാരാളം നല്ല കോളേജസ് ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് എല്ലാ സേവനവും ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഇതാണ് ഏറ്റവും നല്ലൊരു ഗുണം. ഇനി എന്തുകൊണ്ട് LLB എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈനംദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും ഏതൊരു കർമ്മവും അത് നിയമത്തിലൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷൻ നോക്കിയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നിയമത്തിൻ്റെ പ്രാബല്യവും നിയമത്തിൻ്റെ സൂക്ഷ്മതയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈവൻ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു LLB ഗ്രാജുവേറ്റ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സോഷ്യൽ ആക്സെപ്റ്റൻസ് അതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നിങ്ങൾക്ക് നിൽക്കുന്ന അംഗീകാരം എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. സോ we recommend each and every student who can join after +2 for 5-year LLB, and if you have 3-year degree with any subject, then you can go for a 3-year LLB with any university. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് NIOS കഴിഞ്ഞ സ്റ്റുഡൻസിന് പോലും നമ്മൾ
LLB റെക്കമെൻഡ് ചെയ്യുകയും അവർക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും അറിയില്ല, NIOS പോലുള്ള നല്ല സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് നേടിയ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ LLB പോലുള്ള കോഴ്സുകൾക്ക് ചേരാമെന്നും മറ്റ് ഏതൊരു അക്കാഡമിക് എഡ്യൂക്കേഷൻ പോലെ തന്നെയും NIOS കഴിഞ്ഞ കുട്ടികൾക്ക് LLBക്ക് ചേരാനും അഡ്മിഷൻ എടുക്കാനും പഠിക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ശുഭസൂചന. നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും NIOS ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുവേണ്ട അഡ്മിഷൻ സംവിധാനം നൽകും. പിന്നെ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് കോഴ്സ് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ് യു ആൻഡ് യു ക്യാൻ ജോയിൻ വിത്ത് എഡ്യൂകോൺ ഇന്ത്യ. മറ്റൊന്ന്, നമ്മൾ LLB കൊടുക്കുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ തന്നെ അവർക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. നമ്മളുടെ മൊഡ്യൂൾ പ്രകാരം നമ്മളുടെ സൂം മീറ്റിങ്ങിൽ വന്നുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും ഓരോ വിഷയത്തിലും നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ മറ്റ് എല്ലാ ബ്രാഞ്ചിലേക്കും നിങ്ങൾക്ക് എത്തിച്ചെല്ലാനും അതിനെക്കുറിച്ച് പഠിക്കാനും കഴിയുന്ന രൂപത്തിൽ 3 ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിലും 5 ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ തന്നെ അതിൻ്റെ കോഴ്സ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട ട്രെയിനിങ്സും നമ്മൾ നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ കോളേജിൽ നിന്നും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് അതിനെക്കുറിച്ച് ഉണ്ട് എങ്കിൽ definitely you can contact me and I will do my level best to clear all your doubts. This is the best thing if you join with Educon India Limited. ഇനി മറ്റൊന്ന് പറയേണ്ടത്, കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളുടെ കോസ്റ്റ് അതുപോലെ മറ്റ് ഇതര സ്റ്റേറ്റുകളിലെ യൂണിവേഴ്സിറ്റികളുടെ കോസ്റ്റും തമ്മിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്, അവിടെ പലതും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ടീച്ചിങ് ഫാക്കൽറ്റീസ് എന്നെല്ലാം വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പലപ്പോഴും കോഴ്സിൻ്റെ ഫീയും പലപ്പോഴും കൂടി വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഒരു സാധാരണ ആൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഫീ എടുത്തുകൊണ്ട് അവർക്ക് LLB പോലുള്ള കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫീ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂകോൺ എന്ന കൺസൾട്ടൻസി ത്രൂ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരും. അതുപോലെ തന്നെ കോളേജ് ടൈം ടു ടൈം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് എല്ലാ വർഷവും നിങ്ങൾക്ക് ഫീസ് ഓരോ വർഷവും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഫീസ് അടക്കാനുള്ള സംവിധാനം ചെയ്തു തരും. എല്ലാ ഫീസും നിങ്ങൾ ഒന്നിച്ച് അടക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ പേ ദി അഡ്മിഷൻ ഫീസ് ഫസ്റ്റ്, ദെൻ യു വിൽ പേ ദ റിമൈനിങ് ഫീസ് ഇയർ ബൈ ഇയർ. ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ നിന്നും ലഭിക്കും. സോ എനി സ്റ്റുഡൻസ്, if you are seriously looking to learn and you want to become a professional certified degree holder like BBA, MBA, MSW, അതുപോലെ തന്നെ LLB, LLM എന്നീ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് us and we will help you. എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. യു ക്യാൻ കോൾ മീ എനി ടൈം ആഫ്റ്റർ 3 PM. കാരണം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ കോടതിയിൽ ആവുന്നത് കൊണ്ട് തന്നെ ഇത്തരം അഡ്വൈസേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഈ സമയം എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. 3 മണിക്ക് ശേഷം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് യു ക്യാൻ മെസ്സേജ് മീ ഇൻ ദ ഗിവൺ നമ്പർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.